Hi friends, ഇന്ന് നമുക്ക് eggless chocolate banana cake തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതായത് 250 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഏത്തപ്പഴം ഒരു തൊലി കളഞ്ഞ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ഗ്രാം പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടും കൂടെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റാം. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. കോഫി പൗഡർ ഓപ്ഷണലാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് അരിച്ചു ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് അത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലിട്ട് വരത്തുള്ളൂ. കേക്ക് ടിൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കുറച്ച് ബട്ടർ വരട്ടിയിട്ട് അതിന് മുകളിലിട്ട് കുറച്ച് മൈദ തൂവി കൊടുത്തേക്കിനെയാണ്. എന്നിട്ട് മാറ്റി എടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ മുന്നുള്ള വീഡിയോയിലൊക്കെ ഈ കേക്ക് ടിനൊക്കെ റെഡിയാക്കണ കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അത് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ ബാറ്റർ ഈ കേക്ക് ടിന്നിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സ്റ്റാൻസും അതുപോലെ കുറച്ച് നട്ട്സൊക്കെ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ ചൂടായിട്ടിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതിനൊരു ഹോളൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനി ഇവിടെ നിന്ന് ബേക്ക് ആവട്ടെ. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എന്തായെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂവർ നല്ല ക്ലീനാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാനിൽ നിന്നും ഈ കേക്ക് എടുത്ത് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ കേക്ക് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഈ കേക്ക് ടിന്നിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടിച്ച് കൊടുത്തതിന് ശേഷം വേണം കൊട്ടിയിടാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വേണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.